ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വരുന്ന അവസരം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. ധാരാളം ജോലി വാക്കൻസികൾ വരുന്നുണ്ട്, അതൊന്നും ആരും അറിയാതെ പോവുകയാണ്. അപ്പോൾ അറിയാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ പോരായ്മകൾ പരിഹരിച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിലാണ് അവസരം വരുന്നത്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ കീഴിൽ സ്ഥിര ജോലി നേടാൻ അവസരം. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളവർ കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. അവസാന തീയതി ഒക്ടോബർ 15 തസ്തികയും ഒഴിവുകൾ നോക്കാം. സംസ്ഥാന മലിനീകരണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബോർഡിന് കീഴിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. കാറ്റഗറി നമ്പർ 357/2025. ഇനി ഇതിലേക്ക് ശമ്പളം നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 39,500 രൂപ മുതൽ 83,000 വരെ ശമ്പളമായിട്ട് ലഭിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനാകും. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവുണ്ടായിരിക്കും. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് വന്ന് യോഗ്യത നോക്കാം. UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ BTech സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ, അതുമല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് ഇതിലേക്ക് യോഗ്യത വരുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണനയും ഉണ്ടായിരിക്കും. അപേക്ഷയുടെ വിധം നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.